ഹലോ വിനീഷ്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. കാരണം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്ന് പിന്നെ അതിനുശേഷം ഒരുപാട് ഡിസ്കഷൻ ഓൾ ഓവർ ദ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ആ ഒരു ഐഡിയ, ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്റ്റോറി, ഈ ഒരു ഡയറക്ഷൻ, ഇതിന്റെയൊക്കെ റൂട്ട്സ് അതെങ്ങനെയുണ്ടായിരുന്നു? റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഞ്ചിങ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നുണ്ടെങ്കിൽ അത് പണ്ട് DPP ഉണ്ടാകുന്ന സമയത്ത് 3ാം ക്ലാസ്സിൽ ഞാനും ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഐഡിയ വരുന്നത്. അത് പിന്നെ സ്കൂളുകൾ അപ്ലൈ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ പിന്നീട് വന്നതും സിനിമയിൽ ഇത് എന്ത് കോണ്ടക്സ്റ്റാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ സിനിമ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ തമിഴ് തെലുങ്ക് പതിപ്പുകൾ സൈൻ അപ്ലൈയിൽ വന്നതിന് ശേഷം ട്വിറ്ററിലും ലെറ്റർ ബോക്സിലും ഒക്കെ അവിടെ നിന്ന് ഓഡിയൻസിൻ്റെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ ഇതാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ OTT റിലീസിന് മുമ്പാണ് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിമിനുള്ള ക്രിട്ടിക്സ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ എന്ന് OTT റിലീസാവും എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇടയാക്കിയ ഒരു അവാർഡും കൂടെയാണത്. സിനിമയിലേക്ക് എത്തിയത് കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ തന്നെയാണ്. അതിനിങ്ങനെ ഒരു പുരസ്കാരം കൂടെ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. നമ്മളെയൊക്കെ ഒരുപാട് ഇൻസ്പയർ ആയതാണ്. ഐ കൻ റിയലി ഫീൽ യു. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻ. ഇനി ഞങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് നല്ല സിനിമകൾ തരും. താങ്ക് യു സോ മച്ച്.